എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് എന്ന് വെച്ചാല് മുഖത്ത് എന്ത് പറ്റിയെന്നാണ്. ഇത് ജനിച്ചപ്പോ തന്നെ ഉള്ളതാണ് ഗൈസ്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചതൊന്നുമല്ല. അപ്പൊ അള്ളാഹു എനിക്ക് തന്നു, ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഫൈസലേ മുത്തേ, ഈ അടുത്തങ്ങാണം ഉണ്ടായിരുന്ന ഞാൻ കെട്ടിപ്പിടിച്ചൊരു ചുംബനം തന്നെ മുത്തേ. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. ഇതിനേക്കാൾ പോസിറ്റീവ് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ലോകത്ത് എവിടെയാണുണ്ട് പോലെ. എന്ത് രസമാണ് നിന്റെ മറുപടി, എന്ത് പോസിറ്റീവാണ്. നമുക്ക് പോലൊന്നും പറ്റുന്നില്ലല്ലോ. ശരീരത്തിന് ഘടനാപരമായി ഒരു മാറ്റവും ഇല്ലായിട്ടും ആരും ഒന്ന് മുഖം ചൊളിച്ചു പോലും നോക്കാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മനുഷ്യർക്ക് പോലും നിറം ഒന്ന് കുറഞ്ഞാൽ, പല്ലൊന്ന് ഉന്തിയാൽ എന്തൊരു അപഹർഷതാബോധമാണ്. അവർക്ക് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ആളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര അപഹർഷതാബോധം. ഇവിടെ നിങ്ങൾക്ക് ഒരു കുറവില്ല മുത്തേ. പൈസല്ലേ, നിനക്ക് ഒരു കുറവില്ല. ഇത് അടിപൊളിയല്ലേ നീ. എന്ത് രസമാണ് എന്നെ കാണാൻ. ഇജ് മുത്തല്ലടാ മുത്തേ, എന്നെ കാണാൻ എന്ത് രസമാ. ആ നിന്നോട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്ന മറുപടി കേട്ടിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞ അൽഹംദുലില്ലാ, ഗർഭാശയത്തിൽ വെച്ച് നമ്മൾ മരണപ്പെട്ടു പോയില്ല. പ്രസവാനന്തരം നമ്മൾ കുഞ്ഞുപ്രായത്തിൽ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടില്ല. എന്തിനേറെ പറയണം, അംഗവൈകല്യങ്ങള്, കൈകാലുകൾക്ക് എന്തെങ്കിലും കുറവോ ഇല്ലായ്മയോ ഒന്നുമില്ല. കുറച്ചോ നമുക്ക് ഇതുവരെ നല്ല ആയുസോ നല്ല ആരോഗ്യം തന്ന്, മുഖത്തെന്തോ ചെറിയൊരു പാട്, അത് വന്നപ്പോഴേക്ക് ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സഹതാപ. ഒന്നുമില്ലടാ മുത്തേ, നീ പൊളിയല്ലേ മുത്തേ, അടിപൊളി. എന്താ അതിന്റെ മറുപടി? റബ്ബ് എനിക്ക് തന്നതാ, അത്രേ ഉള്ളൂ. ലാ യഖ്ലുല്ലാഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു. അല്ലാഹു എന്ത് തന്നാലും, ഇതൊരു കുറവ് പോലല്ല, എന്ത് പടച്ചോ തന്നാലും അതിന്റെ പിന്നിൽ ഒരു ഖൈർ ഉണ്ടാകും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിന്റെ ഈ വീഡിയോ കാണുന്ന മനുഷ്യരുണ്ടല്ലോ, എത്ര ആളുകൾ ജീവിതത്തിന്റെ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. ജീവിതം മടുപ്പ് പിടിച്ചിട്ട് എവിടെങ്കിലുമൊക്കെ ഒരു മൂല കൊതുങ്ങി കൂടി കരഞ്ഞും വിഷമിച്ചൊക്കെ സമയം കളയുന്ന മനുഷ്യര്, നിന്റെയൊക്കെ ഫൈസലിന്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഊർജ്ജസ്വലതയുണ്ട്. നമ്മളൊക്കെ അവനവന്റെ സ്വന്തം അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ മറ്റൊന്നൊരു പ്രശ്നമല്ല. ഭൂമിയുടെ എഴഞ്ഞടക്കുന്ന മനുഷ്യര്, ജീവിതത്തിൽ ഇന്ന് വരെ നല്ല ആഹാരം കഴിക്കാത്ത, നല്ല വസ്ത്രം ധരിക്കാത്ത മനുഷ്യര്, 2 കാലിൽ നടക്കാൻ പറ്റാത്തവര്, കൈകൊണ്ട് ചോറ് വാരി തിന്നാൻ കഴിയാതെ കാലുകൊണ്ട് ഭക്ഷിക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ടാകുമ്പോ നമ്മുടെ മുഖത്തൊരു ചെറിയ പാട് വന്നാൽ പോലും ആളുകൾ നമ്മളെ നോക്കി സഹകരിക്കും. ഒന്നുമില്ല, അടിപൊളി പൈസ, അടിപൊളി, മാഷാ അല്ലാഹ്, പൊളിക്കാൻ കൊണ്ട് പവറേഷ്.